വെൽത്തിഫൈയുടെ ഫോറക്സിന്റെ വീക്കിലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡ് ആണ്. ഇപ്പൊ ഗോൾഡ് ലാസ്റ്റ് വീക്കിൽ തന്നൊരു മൂവ്മെന്റ് ആണ്. സോ ഇവിടെ നിന്ന് ഒരു സ്വിങ് തന്നിട്ട് ഒരു താഴത്തേക്ക് ഒരു മൂവ്മെന്റ് പിന്നെ തന്നിട്ടുണ്ട് ഗോൾഡ്. അതിനുശേഷം ഈ ഒരു സ്വിങ്ങിന്റെ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി, അതായത് OTE ലെവലിൽ നിന്ന് ഇവിടെ നിന്ന് ബൗൺസ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇവിടെ നിന്ന് ഒരു സ്ട്രോങ് റിക്കവറി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഗോൾഡിനെ. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന്, ഈ ഒരു ലെവലിൽ നിന്ന് ഗോൾഡിനെ നമുക്ക് മുകളിലോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ഗോൾഡിന്റെ അടുത്ത വീക്കിലേക്കുള്ള വ്യൂ. ഇനി നമുക്ക് യൂറോ USD നോക്കാം. സോ യൂറോ USD സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വന്നിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വോയിഡ്, ഈ ഒരു ഗ്യാപ്പ് വന്ന് കറക്റ്റ് ചെയ്തിട്ട് പിന്നെയും ബൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോ നോക്കുകയാണെങ്കിൽ ഇതിന് ഇനിയും മുകളിലേക്ക് പോകാനുള്ളതാണ് കൂടുതൽ സാധ്യത കൂടുതൽ. സോ ഇതിലും ഞാൻ നെക്സ്റ്റ് വീക്കിൽ ബുള്ളിഷ് ആണ്. ഇനി നമുക്ക് GBP JPY നോക്കാം. സോ GBP JPY ലാസ്റ്റ് തവണ ഞാൻ പറഞ്ഞൊരു സോണാണിത്. ഇവിടെ നിന്ന് ഞാൻ മുകളിലോട്ടേക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു സോണിൽ നിന്ന് മുകളിലേക്ക് നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഈ ഒരു ലെവലിൽ താഴത്തോട്ടേക്ക് ഒരു മൂവ്മെന്റ് തന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സോണിൽ നമുക്ക് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അത് ഒന്ന് ഗ്രാബ് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സെക്ഷന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഒരു നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രാബും കാണാനായിട്ട് പറ്റുന്നു. സോ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് എൻട്രി ഇവിടെ നിന്ന് ഫ്ലോട്ട് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലോട്ടേക്ക് ഒരു ബുള്ളിഷ് എൻട്രി ഫ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ബുള്ളിഷ് ആണ് ആക്ച്വലി GBP JPY. അപ്പൊ ഇനി അടുത്ത വീക്കിലെ അനാലിസിസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.